പക്ഷെ MT ഹരിഹരൻ പടം എന്ന് പറയുന്നത് ഈ പഞ്ചാഗ്നി അത് അപ്പോഴത്തെ ലെജൻഡ് പരിപാടികളാണ്. ആ പടം എന്ന് പറയുന്നത് അതില് കാസ്റ്റ് ചെയ്യപ്പെട്ടതിനെ പറ്റി അറിയാമോ? എങ്ങനെയാന്ന് കാസ്റ്റ് ചെയ്തപ്പോൾ അത് കടമനിട്ട രാമകൃഷ്ണൻ MTയോട് സൂചിപ്പിച്ചിരുന്നു, ഇങ്ങനെ ഒരു നടനുണ്ട് എന്ന് സൂചിപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞു കേട്ടു. കടമനിട്ട രാമകൃഷ്ണന്റെ ബ്രീഫ് കേസും കൊണ്ടാണ്, പെട്ടിയും കൊണ്ടാണ് അഭിനയിക്കാൻ പോയത് പറഞ്ഞത്. കാരണം അവിടെ കൂടെ താമസിക്കുകയാണെന്ന്. അങ്ങനെയാണത് വരുന്നത്. അപ്പോൾ ബീനവാസിലെ സൂര്യനിൽ മുരളിക്ക് കിട്ടിയ ഒരു ഗുണം എന്താണെന്ന് ആലോചിച്ച് നോക്കുക. മറ്റു 3 പേർക്കും ആ സിനിമയിൽ പ്രേമമുണ്ട്. മുരളിയുടെ ക്യാരക്ടറിന് പ്രേമമില്ല. കൗണ്ടർ പാർട്ടായിട്ട് വരുന്നത് ഉമ്മ ആണ്. സുമാരി ചേച്ചി ചെയ്യുന്ന വേഷമാണ്. ഭയങ്കര സെന്റിമെന്റ്സ് ആയിരുന്നു. ഭയങ്കര സെന്റിമെന്റ്സ് ആണ്. ആ സിനിമയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചെറിയ സംഭവം കൂടെ ഞാൻ പറയാം. എൻ്റെ ജീവിതത്തിൽ ഡബ്ബിങ്ങിൽ ഒരു വഴിത്തിരിവാകുന്നത് ആ സിനിമയാണ്. അതിന് കാരണക്കാരൻ മുരളിയാണ്. കാരണം വിജയ് മേനോന് ഡബ് ചെയ്യണം, കക്ക രവിക്കും ഡബ് ചെയ്യണം. ആര് ഡബ് ചെയ്യും എന്നാലോചിച്ചിട്ട് മുരളിയാണ് എൻ്റെ പേര് സജസ്റ്റ് ചെയ്യുന്നത്. മുരളി തന്നെ എൻ്റെ ഫോണിൽ വിളിച്ച് പറഞ്ഞു, ഞാൻ ഫോൺ ഒരാളുടെ കൊടുക്കാം. ഞാൻ ചോദിച്ചാരാണ്? ലെനിൻ രാജേന്ദ്രൻ. കൊടുക്കുമെന്ന് പറഞ്ഞു. സാർ വൈകിട്ട് ചിത്രാഞ്ജലി വരെ ഒന്ന് വരണം, ഒരു ഡബ്ബിങ്ങിൻ്റെ കാര്യം ഒന്ന് ആലോചിക്കാനാണ്. നരേന്ദ്രപ്രസാദിനെയും വിളിച്ചു. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ചാണ് വൈകിട്ട് കോളേജ് സമയം കഴിഞ്ഞപ്പോൾ കല്ലൂർ ശശി വരുന്നു, ഞങ്ങളെ കൊണ്ട് ചിത്രാഞ്ജലി പോകുന്നു. എന്നോട് ഒരു സീൻ ഇട്ടു. ഞാൻ നോക്കുമ്പോൾ ദേവദാസ് സാറാ. ഞാൻ നോക്കുമ്പോൾ ശോഭനയായിട്ടുള്ള നല്ലൊരു പ്രേമരംഗമാണ്. ഞാൻ പറഞ്ഞു, റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു സംഭവം ഞാൻ ചെയ്താൽ ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, വേറെ ഏതെങ്കിലും നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെല്ലാം കൂടെ നിർബന്ധിച്ചു, അല്ല ചെയ്ത് നോക്കൂ, പറ്റുന്നെങ്കിൽ ആട്ടിലേക്ക് മാറ്റാം. അങ്ങനെ ഒരു സീൻ ചെയ്തു. എല്ലാവരും ഇട്ട് നോക്കിയിട്ട് ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞു. നാളെ കണ്ടിന്യൂ ചെയ്യാന്ന് പറഞ്ഞു. നരേന്ദ്രപ്രസാദിനെ കൊണ്ടൊരു വോയിസ് നോക്കി. കക്ക രവിക്ക് അതിൽ ഡബ് ചെയ്തിരിക്കുന്ന നരേന്ദ്രപ്രസാദാണ്. മീനമാസത്തിലെ സൂര്യനിലെ. അങ്ങനെയാണ് അലിയാർ സാർ ചെയ്തത് വിജയ് മേനോൻ നല്ല ഡബ് ചെയ്തിരിക്കും. അപ്പൊ അദ്ദേഹം എന്താ അന്ന് സ്വന്തം ചെയ്യാത്തത് അറിയത്തില്ല. പിൽക്കാലത്ത് അദ്ദേഹം നല്ല ഡബിംഗ് ആർട്ടിസ്റ്റായി. പിന്നീട് അന്യഭാഷക്കാരൊക്കെ അഭിനയിക്കാൻ വന്ന അപ്പം മലയാളം പറയാൻ അദ്ദേഹത്തിന് മലയാളം കൊച്ചൊരു ഇംഗ്ലീഷ് ചൊവ്വേള മലയാളം. അപ്പൊ ഞാൻ എപ്പോഴും പറയും, ഇദ്ദേഹത്തിന് ഡബ് ചെയ്തിട്ടാണ് ഞാൻ അറിയപ്പെടുന്ന ഒരു ഡബിങ് ആർട്ടിസ്റ്റ്. അപ്പൊ അതെനിക്കൊരു അതാണ് വിദേശികൾ വന്നാലും ഞാൻ അപ്പൊ തന്നെ പറഞ്ഞു, അന്യഭാഷക്കാർ വന്നാന്ന് പറഞ്ഞത്. അന്യഭാഷക്കാർ മലയാളം പറയുന്ന എല്ലാ ക്യാരക്ടേഴ്സും ചാർലിയൊക്കെ ഉൾപ്പെടെ ഇപ്പൊ വരുന്ന പടങ്ങൾ ഉൾപ്പെടെ ഇദ്ദേഹം ഡബ് ചെയ്യുന്നത്. TV ചന്ദ്രന്റെ പടത്തില് നസറുദ്ദീൻ ഷായിക്ക് ഡബ് ചെയ്തിരിക്കുന്ന പുള്ളിയാണ്. കേരള സംഗീത നാടക അക്കാദമിയുടെ ഇറ്റ്ഫോക്ക് ഉണ്ട്. അതൊരു വലിയ ഒരു കാര്യമായിരുന്നു. കാരണം നമ്മൾ ലോകത്തുള്ള മുഴുവൻ നാടകങ്ങളെ മലയാളിക്ക് പരിചയപ്പെടുത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത്. അങ്ങനെ ഒരു ഓപ്ഷൻ തുടങ്ങിയത് മുരളിയേട്ടൻ ചെയർമാൻ ആയപ്പോഴാണ്. അലിയാർ സാർ കൂടെ ഉണ്ടായിരുന്നു. അതെങ്ങനെയായിരുന്നു അതിന്റെ ഒരു ധാരണ പറയാൻ പറ്റുമോ? അല്ല, ഞാൻ അന്ന് എക്സിക്യൂട്ടീവിലുള്ളതാണ്. അപ്പോ മുരളിയായിട്ടുള്ളൊരു സൗഹൃദത്തിന്റെ കഥ പറയുമ്പോൾ ഈ 2-3 സിനിമ കഴിഞ്ഞപ്പോൾ മുരളി അങ്ങ് പോയി. മുരളിയെ പിന്നെ കിട്ടത്തേ ഇല്ലല്ലോ. വല്ലപ്പോഴും എവിടെന്നെങ്കിലും ഫോൺ ചെയ്യുക, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ഡബിങ്ങിന് ഏതെങ്കിലും ഒരാവശ്യം മദ്രാസിലുണ്ടെങ്കിൽ ഞാനുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ വിളിക്കും. ഞങ്ങൾ രണ്ടും കൂടെ ഒരു മുറിയിൽ പിന്നെ അങ്ങനെയൊക്കെ ഉള്ളൂ, വല്ലപ്പോഴേ കാണുകയുള്ളൂ. പക്ഷേ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളൊക്കെ നമ്മളോട് ആലോചിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു ഘട്ടമുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ 2006 കേരള സംഗീത അക്കാദമിയുടെ ചെയർമാനായിട്ട് മുരളി വരുന്നു. ഞാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുണ്ട്. അപ്പോൾ അതുവരെയുള്ള അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ആരെയും ഇത് കുറ്റം പറയുന്നതല്ല, വളരെ പരിമിതമായ ഒരു സംഖ്യയ്ക്ക് ചെറിയ ചെറിയ പരിപാടികൾ നടത്തിക്കൊണ്ടു പോകുന്ന ഒരു സ്ഥാപനമാണത്. പക്ഷെ ഒരു ദിവസം ഇങ്ങനെ ഇരുന്ന് വൈകുന്നേരത്ത് ആലോചിച്ചപ്പോൾ പലപ്പോഴും ഞങ്ങൾ ഒന്നിച്ചായിരിക്കും യാത്ര. തിരുവനന്തപുരത്തുനിന്ന് തൃശ്ശൂരേക്ക് പോവുക, തിരിച്ചു വരിക, അങ്ങനെയായിരുന്നു. അപ്പോൾ അതിനു മുമ്പ് കേരളത്തിൽ ഒരു നാഷണൽ ഫെസ്റ്റിവലേ നടന്നിട്ടുള്ളൂ. 1978 ജി ശങ്കരപ്പിള്ള സാർ നടത്തിയ ഒരു നാഷണൽ തിയേറ്റർ ഫെസ്റ്റിവലുണ്ട്. അതൊരു കേരളത്തിലെ ഒരു വലിയ സംഭവമായിരുന്നു നാടകരംഗത്ത്. കാരണം ഹബീബ് തൻവീറിൻ്റെയും പിന്നെ എന്താണ് നമ്മുടെ കർണാടകത്തിലെ ഇദ്ദേഹത്തിൻ്റെ നാടകങ്ങളൊക്കെ, ഗിരീഷ് കർണാടിൻ്റെ, BV കാരന്തിൻ്റെ ഇതൊക്കെ കാണാൻ അവസരം കിട്ടിയത് ഈ നാഷണൽ ഫെസ്റ്റിവലാണ്. അപ്പോൾ അതുപോലൊരു ഫെസ്റ്റിവൽ നടത്തുന്നതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കണമെന്ന് അങ്ങനെ തുടങ്ങിയതാണ്. അപ്പോൾ ഒരു ഘട്ടത്തിൽ നമ്മൾ എന്തിനാ നാഷണൽ ഫെസ്റ്റിവലാവുന്നത്, ഇത് ഇന്റർനാഷണൽ ആയാലും എന്താ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ആലോചിച്ചതാണ്. ഉടനെ തന്നെ ഒരുപക്ഷെ മുരളിച്ചേരനെ പോലെ ഒരാൾ വരുമ്പോഴായിരിക്കും ഇതിനുള്ള ഹെൽപ്പ് ഉണ്ടാവുന്നത്. അതെ, ഈ തലപ്പത്തിരിക്കുന്ന ആളുടെ ഒരു വ്യക്തി വൈശിഷ്ട്യമുണ്ട്, വ്യക്തി പ്രഭാവം ഉണ്ടല്ലോ. അതുകൊണ്ട് ഒരാൾ പറഞ്ഞാൽ നടത്തിയെടുക്കാനൊക്കെ പറ്റും, അല്ലാതെ ഒരാൾ എങ്ങനെ ചെയ്തെടുക്കും ഇത്? അപ്പൊ തന്നെ മന്ത്രി ബേബിയെ വിളിക്കുന്നു, ഇങ്ങനെ ഒരു ആലോചന ഉണ്ടെന്ന് പറഞ്ഞു, പ്രൊസീഡ് ചെയ്യാൻ പറഞ്ഞു. അടുത്ത വിളിക്കുന്നത് തോമസ് ഐസക്കിനെയാണ്. കാരണം അതിനുവേണ്ടി ഫണ്ടില്ലല്ലോ. അപ്പം നിങ്ങൾ ആലോചിച്ചോളൂ, അത് നമുക്ക് ഉണ്ടാക്കാമെന്ന് പറയുന്നത്. അങ്ങനെയാണ് ഈ ഇറ്റ്ഫോക്ക് തുടങ്ങുന്നത്.